മറ്റന്നാൾ എങ്ങനെയെങ്കിലും ഞാൻ വരാൻ നോക്കാം. പറ്റൂല എന്ന് പറഞ്ഞില്ല എന്നോട്. ആ ആ എന്നാ വെച്ചോ. എന്താ സാറേ പോയിട്ട്? അത് നടക്കില്ലടോ. അത് നടക്കില്ല. അതേ അവിടുത്തെ ഒരു പെണ്ണാണേ. അതിന് നമ്മളൊരാണാണെന്നുള്ളൊരു പരിഗണനകൾ തരണ്ടേ? മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു പറ്റില്ല. അത് വിവരാവകാശം വഴി അന്വേഷിക്കാൻ. അതോരം അങ്ങനെയൊക്കെ പറഞ്ഞേ? അല്ല, അവരങ്ങനെ പറയൂ. അതേ ആ ആരാന്നറിയാം? ആരാ? പാതാളത്തുനിന്ന് ഇവിടെ വന്നിരുന്നില്ലേ സൈറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അപേക്ഷ തന്നിട്ട്? കഴിഞ്ഞ ദിവസം ആ പെണ്ണുങ്ങളെ കൗസല്യ. ആ പേരാ തന്നെ, കൗസല്യ. ആ സ്ത്രീയായിരുന്നു. ഓരാണ് ആ പിന്നെ കേൾക്കാണ്ടൊക്കെ നിങ്ങൾക്ക്. നിങ്ങളവിടെ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടില്ല, സ്കെച്ചും കൊടുത്തില്ല. അതിനിപ്പോ ഇത്ര എഞ്ചിനീയറാന്നൊന്നും ഇപ്പൊ എനിക്കറിയില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് സാറേ പറഞ്ഞത്, പണി പാലും വെള്ളത്തിലും കിട്ടും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്താ ചെയ്യാന്നറിയോ? തെണ്ടുക. വീടന്വേഷിച്ചിട്ട്. ആ ചോടയൊക്കെ കാണുമ്പോ ഒരു ദാഹം. വേണ്ട. അതെ, ഈ താഴേക്കുന്നത്ത് കോയന്റെ വീടതാ. താഴേക്കുന്നത്ത് കോയ ഈ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന കുലുക്കിക്കോയ അല്ലേ? കുലുക്കിക്കോയ. അതല്ല, എവിടെ വീട്? എവിടെ വീട്? ഇത്രയാണ്ട് പോയാ മതി. 4ാമത്തെ വീടാ കിടന്ന്. കുലുക്കിക്കോയെന്നാ പറയാ അല്ലേ? കുലുക്കിക്കോയെന്ന് ചോദിച്ചാൽ മതി. ശരി. എന്റെ ഒരു വല്ലാണ്ട് തിരിക്കണേ. ഈ വക കാര്യത്തിന് ഒരു നായ്ക്കളും എന്നോട് സംസാരിക്കാൻ പറ്റുന്ന മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ അസൂയ മൂത്തിട്ട് പറയണാണിത്. ഇത് ഗൾഫിൽ നിന്ന് ഞാൻ നല്ലോണം അധ്വാനിച്ച് ഉണ്ടാക്കിയ പേരേത്. അവിടെ ഇന്റർലോക്ക് ഇടണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോക്ക് ഇടണോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലാണ്ട് നിങ്ങളല്ല. ആ മനസ്സിലാക്കിക്കോളി. എന്തപ്പം നിങ്ങൾ കരുതിയത്? ഹൗ ഇന്റർലോക്ക് ഇട്ടിട്ട് നിങ്ങളോടെ വെള്ളം കയറിച്ച് നിങ്ങൾ ഇട്ടോളി ഇന്റർലോക്ക്. അല്ലാണ്ട് ഇന്നോട് തല്ലൂടാൻ വരികയല്ല ചെയ്യുക. നന്നായി പണിയെടുത്തിട്ട് വയർപ്പ് ഒയ്ക്കിട്ടുണ്ടാക്കിയ പേരാണിത്, അല്ലാണ്ട് എന്താണ്? ഇനി പണിന് കഴിയില്ല വെച്ചാലേ ഒരു തോണി മേടിച്ചിട്ട് ഭാര്യയും ഭർത്താവ് അതിലാ പോയി കളി. അല്ലാണ്ട് ഇന്നോട് തല്ലൂടാൻ വരരുത്. നല്ലോണം അധ്വാനിച്ചട്ടാ. ഇവിടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന കാലത്തിൽ അന്നെ കൊണ്ടൊരു ഉപകാരക്ക്. ഓ ഇപ്പൊ പെങ്ങള് വലിയ വർത്താനം പറയാൻ വന്ന കജ്ജി പോയി കള ചേർന്ന്. അല്ല, ഈ കുലുക്കിക്കോയുടെ വീടല്ലേ? കുലുക്കിക്കോയ എന്റെ വാപ്പയാണ്. എന്നോട് ആരുടെ ഇപ്പൊ എന്റെ ഉമ്മത്തേക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞേ? ചേട്ടാ ദേഷ്യപ്പെട്ട ഞങ്ങളെ കടയില് ചോദിച്ചപ്പോ അവരാ പറഞ്ഞു കുലുക്കിക്കോയുടെ വീട്. ഓന്റെ അടുത്തുനിന്ന് സാധനം മേടിക്കാത്തോണ്ട് പറഞ്ഞാൽ എന്റെ പേര് കോയാന്നാണ്. കുലുക്കിക്കോയായിട്ട് വന്നേക്കണെങ്കിൽ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് തന്നെ വരണ്ടേ? ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് വരണ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണേ. എന്നോട് ചോദിച്ചിട്ടോടെ എന്തപ്പോ നിങ്ങളുടെ ആവശ്യങ്ങൾ പെടുന്ന വരുന്നേ? ഞങ്ങള് വില്ലേജ് ഓഫീസിൽ നിന്ന് വരികയാണേ. എന്താ വില്ലേജ് ഓഫീസർക്ക് ഇന്തോടെ? അല്ല, അതെ, ഈ ഒറ്റത്തവണ നികുതി അടയ്ക്കുന്ന കാര്യം സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടി വന്ന. ഒറ്റ തവണ എന്റെ ഉമ്മത്തേക്ക് കൊണ്ട് കയറിയാൽ നിങ്ങളുടെ കാലിന്റെ കൊട്ടി തല്ലി മുറിക്കേണ്ടതാണ് ഞാൻ. പിന്നെ ഞങ്ങൾക്ക് ഇനിയിപ്പോ അത് ഒറ്റ തവണ നികുതി കൂടി അടക്കണം. എന്തിന്റെ നികുതി അപ്പൊ നിങ്ങൾക്ക് അടക്കണ്ടത്? ഈ വീടിന്റെ നികുതി അടക്കണല്ലോ. അടക്കണ്ടല്ലോ. എന്ത് റെസീറ്റ് ഇപ്പൊ നിങ്ങൾക്ക് തരണമെന്നുണ്ടോ? ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പേരാണ്. ഇന്ന് ഗൾഫിൽ നിന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ പേരാണ്. അതിനിപ്പോ ഇവിടെ നിന്ന് ഞാൻ വർഷം നികുതി അടക്കണ്ട. അല്ല, അതെന്താ അറിയോ? നിങ്ങൾ ഈ പഞ്ചായത്തിലെ നികുതി കൊടുക്കുന്ന വീട്ടു നികുതി അല്ലേ? വില്ലേജിലെ 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആഡംബര നികുതി അടക്കണം. അത് വില്ലേജിൽ വേണം അടയ്ക്കാൻ. എന്നാ ആഡംബരം ഇവിടെ ഇല്ല. ഇവിടെ ഒരു ആഡംബരം ഇല്ലാണ്ട് 3000 സ്ക്വയർ ഫീറ്റ് മുകളിലുണ്ടല്ലോ വീട്. ആരെ പറഞ്ഞു നിങ്ങളോട് 3000? നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ വില്ലേജിൽ നിന്ന് വന്നിട്ട് ഇവിടെ അളക്കാന്നുള്ള അനുമതി ഉണ്ടോ? അതുണ്ടാവും. നിങ്ങൾക്ക് എവിടെ കിട്ടിയത് അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഉണ്ടാവും പറഞ്ഞ ഇവിടെ വന്നിട്ട് അളക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ കൂടി പോയിട്ട് അളക്കി. അല്ല, നിങ്ങൾ നികുതി അടയ്ക്കുന്നുണ്ടോന്ന് ഉറപ്പ് വരുത്താനുള്ള ഉത്തരവാദിത്വം വില്ലേജ് ഓഫീസറാണ്. നിങ്ങൾക്ക് നികുതി അടക്കണ്ടോന്ന് അറിയാനുള്ള ഉത്തരവാദിത്തമല്ലോ, അല്ലാണ്ട് വീടിന്റെ ഇത് അളക്കാനുള്ള ഉത്തരവാദിത്വം. 3000 സ്ക്വയർ ഫീറ്റിൽ അധികം ഉണ്ടോ ഞങ്ങൾക്ക് നോക്കണം. എന്തിന് നിങ്ങൾ 3000 സ്ക്വയർ ഫീറ്റ് ഇവിടെ ഒരു പെര പണിയുണ്ടെങ്കിൽ അതിന്റെ തറ അടക്കമുള്ള എല്ലാ അളവും കൊടുത്തിട്ട് തന്നെയാണ് ഇവിടുന്ന് പെർമിറ്റ് ഒക്കെ. നമുക്കൊരു നിയമമുണ്ട്. ആ നിയമപ്രകാരം പോകാൻ പറ്റുമോ? എന്റെ പേരെന്നിറങ്ങി കടയ്ക്ക് ശരി. എന്റെ ഉമ്മ രണ്ട് കിടക്കവിടെ. അത് ശരി. ഇഞ്ചി തറക്ക് വന്നിട്ട് ഇങ്ങോട്ട് പോയോ? എന്റെ പേരെ കണ്ടെങ്കിൽ വിചാരിച്ച അത് ഇറക്കാടില്ലല്ലോ. അത് ശരി. നിർത്താന്ന് പറഞ്ഞാൽ സാറ് ഇത്രയും വീടുകൾ കയറിയിട്ട് ഒരു വീടാണ് നമ്മൾ അളന്നത്. ആ വീടിന്റെ ടാർഗറ്റിലേട്ടോ. അതെങ്ങനെയാണ്?
ഒരു വീടും കൂടി കണ്ടുപിടിക്കാൻ എന്നാൽ രണ്ടാൾക്കും ഓരോന്നായി. സമയം കുറയുമ്പോ ഇതോ അത് നോക്കണ്ടെന്ന് എന്തായാലും ഇറങ്ങിയില്ലേ. അങ്ങനെയാണെങ്കിലേ ഇനിയിപ്പോ നമ്മള് ഇതൊന്നും നോക്കണ്ട, പുതിയ വീട് കണ്ടാണ്ട് കേറുക. വലിയ വീടും പുതിയ വീട് കണ്ടാണ്ട് കേറുക, അത്ര തന്നെ. നല്ല ഇന്നത്തെ ദിവസം ശരിയല്ല. ആദ്യമായിട്ടാണ് ഒരു ഓഫീസറാന്ന് കൂടി നോക്കാണ്ട് ഒരുത്തന്റെ ചൂലും കേട്ടോ. ചൂലുകൊണ്ടൊക്കെ അടി കിട്ടുന്നില്ല, കഷ്ടം. ഇതൊക്കെ ഉണ്ട്. അതെ, ഒന്നും നോക്കണ്ട, ആളുണ്ടോ ഇല്ലൊന്നും നോക്കണ്ട, കേറി നടക്കുക. വലിയ വീടാ. വാ വാ അടച്ചോനെ, കാത്തോളണേ. ഇവിടെ ആരും ഇല്ലേ? അതെ, ആളെനും നോക്കണ്ട, ഈ ടാപ്പ് എടുക്ക്. നമുക്ക് ഈ 4 പുറം ആദ്യമായിട്ട് ആളാം. നിങ്ങൾ പിടിക്ക്. അവിടുന്ന് പിടിച്ചു വരാല്ലേ നമുക്ക്? അവിടുന്ന് പിടിക്കാം. അല്ല സാറേ, ഈ പട്ടി ചെവിയിലൊക്കെ കടിച്ചോ? ഒരു ദാക്ഷിണില്ലാത്തൊരു പട്ടി മലർത്തി കിടത്തിയിട്ട് അതിന് തോന്നി മാതിരി കടിച്ച്. എന്തായാലും വല്ലാത്തൊരു കഷ്ടമായി പോയത്. നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ ഒന്നാമത് ആളില്ലാത്ത വീട്ടിലേക്കൊക്കെ അങ്ങോട്ട് ഓടി കയറി ചെല്ലാൻ? അല്ല, ആള് ആരെങ്കിലും ഉണ്ടാവും വിചാരിച്ചാണ്. പട്ടി ഉണ്ടാവുന്നെങ്കിലും വിചാരിച്ചുകൂടായിരുന്നോ? അല്ല, പട്ടി പെട്ടെന്നാണ് വന്നത് ഞങ്ങൾ മുന്നിലേക്ക്. ഞങ്ങൾ അളക്കാൻ തുടങ്ങിയതാ, അപ്പോഴേക്ക് വന്നു. എങ്കിൽ പിന്നെ 2 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നൂടായിരുന്നോ? അതിന് സുബ്രൻ സാറ് ശപഥം ചെയ്തു പോയില്ലേ, 2 ദിവസം കൊണ്ട് ടാർഗറ്റ് തയ്ക്കുന്നു. ഇനിയിപ്പോ കോലം കണ്ടാലെങ്കിൽ സാറ് വേണ്ടാന്ന് പറയായിരിക്കും വിചാരിക്കും. ഓ, ഈ കോലത്തിൽ വന്ന് സാറിന്റെ സിമ്പതി പറ്റാനുള്ള പരിപാടിയല്ലേ? അതിന് ഇത് വെറുതെ ഒട്ടിച്ചോന്നല്ല, ഉള്ളതാണ്. അല്ല, ഉള്ളതാണ്. എന്റെ സാറേ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പട്ടി വന്നപ്പോ ഞങ്ങൾ ഓടിയതാ. ഇവന്റെ കാലിന്റെ ഇടപെട്ടിട്ട് ഞാനും വീണു, ഇവരും വീണു. പിന്നെ നോക്കുമ്പോ പട്ടിയുടെ മകന്റെ മുഖത്തൊക്കെ ഒരു വരവാ. അവന്റെ മൂക്കില്ലേ? തുമ്പ് കടിച്ചോണ്ട് കടിച്ചെടുത്തോ? കുറച്ച് കടിച്ചു. അതാ ഒട്ടിച്ചു വെച്ചേക്കണേ. ദൈവമേ, ഇനിയിപ്പോ ഒച്ച ഇങ്ങനെ ആയിരിക്കോ? നീര് വന്നിട്ടുണ്ട്, അങ്ങനെ ശബ്ദം മാറിയതാ. ശരിയാവൂലേ? ശരിയാവെന്ന് പറഞ്ഞു. മണ്ടുവോ, ഇനിയെങ്കിലും ഈ ഒന്ന് പറയും, ഈ എങ്ങനെയാണ് ടാർഗറ്റ് തയ്ച്ചത്? എന്റെ സാറേ, അതിന് ഇങ്ങനെ ആളില്ലാത്ത വീട്ടിൽ കയറി പട്ടിയടി കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ബുദ്ധി വേണം മനുഷ്യരായിട്ടുണ്ടെങ്കിൽ. എന്താ ഈ കാട്ടിയെന്ന് പറയും? ഞാനൊരു 2-3 വീട് അങ്ങോട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് കുറച്ച് ആപ്പിളും മുന്തിരിയും ഓറഞ്ചൊക്കെ ഇട്ട് അങ്ങോട്ട് കയറി ചെന്നു. അപ്പൊ ഈ വീട്ടുകാരുടെ ശത്രുക്കളായിട്ടുള്ള വീട്ടുകാരുണ്ടാവുമല്ലോ, അവരെ പറ്റിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇവരോട് ചോദിച്ചു. തമ്മിൽ ശത്രുത ആയതുകൊണ്ട് എല്ലാം വിടാതെ എനിക്ക് പറഞ്ഞു തന്നു. എന്തിനാ പുതിയ വീട് വെച്ചത്, പിന്നെ പഴയ വീട്ടിൽ നിന്ന് എക്സ്റ്റൻഷൻ എടുത്തത്, എത്ര ഇഷ്ടിക വെച്ച് പണിതു എന്ന് വരെ പറഞ്ഞു തന്നു. അത് വെച്ച് ഞാനൊരു സംഭവം കൂടെ ഉണ്ടാക്കി സാറിന് കൊടുത്തു, അത്ര തന്നെ. സാറേ, കുറച്ച് ഓറഞ്ച് മേടിച്ചാൽ മതി. ഇപ്പൊ നാരങ്ങച്ചാർ കൂട്ടാൻ പറ്റാണ്ടായി. ഇതാണ് ബുദ്ധി വേണം എന്ന് പറയണത്. അതിന് വരാം. മറിമായം